ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അൻസി വ്ലോഗ്സ്. ഡെസീറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസ്. ടോട്ടൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഡെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മേക്ക് ചെയ്തു. എൻ്റെ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ട് വേറൊരാൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹത്തിന് ഡാമേജസ് ഉണ്ടാവുകയാണ്. അതിനെയാണ് ഡെസീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇല്ല. എന്നൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയാണ്, എൻ്റെ വീട്ടിൽ കാറുണ്ട്, ഒരു വലിയ കാറ്, ഒരുപാട് കാശ് മുടക്കി ഞാൻ മേടിച്ച കാറാണ്. നീ അതെടുത്തോ, ഞാനൊരു 50 ലക്ഷം രൂപ മുടക്കി മേടിച്ച കാറാണ്, നീ ആ കാറ് 1 ലക്ഷം രൂപയ്ക്ക് എടുത്തോ, എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന പ്ലെയിൻറ്റിഫിനോട് ഞാൻ പറയാണ്. പ്ലെയിൻറ്റിഫ് അത് വിശ്വസിക്കുകയും എനിക്ക് 1 ലക്ഷം രൂപ തരികയും ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് കാറില്ല, എൻ്റെ വീട്ടിൽ കാറ് ഇല്ല. അപ്പോൾ ഞാൻ അയാളെ പറ്റിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യുകയും ആ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ച് വേറൊരാൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡെസീറ്റ് എന്ന് പറയുന്നു. ഡെറി വേർസസ് സ്പീക്ക് എന്നൊരു ക്ലാസിക്കൽ കേസ് ഉണ്ട്. ആ കേസിലെ ഫാക്റ്റ് എന്ന് പറയുന്നത്, പണ്ട് ഈ കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്നത് അനിമൽ പവർ ഉപയോഗിച്ചിട്ടായിരുന്നു. ക്യാരേജ് ഒക്കെ വഹിച്ചുകൊണ്ട് പോകാനായിട്ട് അനിമൽ പവറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിഫൻഡ് കമ്പനി എന്ത് ചെയ്തു? ബോർഡ് ഓഫ് ട്രേഡേഴ്സിന് ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഞങ്ങളുടെ കമ്പനി സ്റ്റീം പവറിൽ ഓടാനുള്ള ഒരു കൺസെൻറ്റ് ബോർഡ് ഓഫ് ട്രേഡ് നമുക്ക് തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ബോർഡ് ഓഫ് ട്രേഡിന് ആര് കൊടുത്തു? ഡിഫൻഡൻ്റ് കൊടുത്തു. പക്ഷെ ബോർഡ് ഓഫ് ട്രേഡ് ആ റിക്വസ്റ്റ് എന്ത് ചെയ്തില്ല? അപ്രൂവ് ചെയ്തില്ല. പക്ഷേ ഈ ഡിഫൻഡൻറ്റ് അവർ അപ്രൂവ് ചെയ്യും, ബോർഡ് ഓഫ് ട്രേഡേഴ്സ് നമുക്ക് അപ്രൂവ് തരും എന്നുള്ള വിശ്വാസത്തിൽ അവർ പ്രോസ്പെക്ടസ് ഇറക്കുകയും നമ്മുടെ കമ്പനി സ്റ്റീം പവറിലാണ് ഓടുന്നത് എന്നുള്ളത് പ്രോസ്പെക്റ്റിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ വിശ്വാസത്തിൽ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു? ഇവരുടെ കമ്പനിയിൽ ഷെയർ മേടിക്കുകയും ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തു? ബോർഡ് ഓഫ് ട്രേഡേഴ്സ് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല? കൺസെൻറ്റ് കൊടുത്തില്ല. പ്ലെയിൻറ്റിഫ് ഇവർക്കെതിരെ, കമ്പനിക്കെതിരെ കേസ് കൊടുക്കുകയും കോടതി പറഞ്ഞു അതൊരു മിസ് റെപ്രസെൻറ്റേഷൻ ആണ്, അതൊരിക്കലും ഫ്രോഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവർക്ക് അപ്രൂവൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൻ്റെ മേളിലായിരുന്നു അവർ പ്രോസ്പെക്ടസ് റെഡിയാക്കിയത്. സോ അവർക്കൊരു ഫ്രോഡ്, ഒരാളെ ചതിക്കണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്നാണ് ഈ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട്സ് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.